സുനാമിയെ കുറിച്ചുള്ള നിങ്ങളെ അതിശയിപ്പിക്കുന്ന 3 ഫാക്ട്സ് പരിചയപ്പെടാം. അതിൽ അവസാനത്തേത് കേട്ടാൽ നിങ്ങൾ തീർച്ചയായും അത്ഭുതപ്പെടും. നമ്പർ 3, സുനാമി സമുദ്രത്തിൽ മാത്രമാണ് സംഭവിക്കുക എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? എന്നാൽ അത് തെറ്റാണ്. തടാകങ്ങളിലും സുനാമി ഉണ്ടാകാം. ഇത് പെട്ടെന്നുള്ള ജലസ്ഥാന ചലനം മൂലമോ മണ്ണിടിച്ചിൽ, ഭൂകമ്പം, അന്തരീക്ഷ മർദ്ദത്തിലെ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ ഇവയെല്ലാം കൊണ്ടാകാം. 1963 ഇറ്റലിയിൽ ഒരു അണക്കെട്ട് തകർന്ന് ഒരു ജലസംഭരണിയിൽ സുനാമി പോലുള്ള തിരമാലകൾ ഉണ്ടായി. അത് ഏകദേശം 2000 പേരുടെ മരണത്തിനാണ് കാരണമായത്. നമ്പർ 2, സുനാമിക്ക് ഒരു ജെറ്റ് വിമാനത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. അതെ, ഒരു സുനാമി തിരമാലക്ക് 800 കിലോമീറ്റർ, അതായത് 500 മൈൽ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും. അതുപോലെ ഇതിന്റെ വേഗത ജലത്തിന്റെ ആഴത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അവസാനത്തെ ഫാക്ടിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമ്പർ 1, ചരിത്രത്തിലെ ഏറ്റവും ഉയരം കൂടിയ സുനാമിയുടെ വലുപ്പം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ഏകദേശം 524 മീറ്റർ, അതായത് 1720 അടി ഉയരത്തിലാണ് വന്നത്. ഇത് അലാസ്കയിലെ ലിറ്റുയ ഉൾക്കടലിൽ 7.8 മാഗ്നിറ്റ്യൂഡ് ഭൂകമ്പത്തെ തുടർന്ന് ഉൾക്കടലിലേക്ക് ഒരു വലിയ പാറ ഇടിഞ്ഞു വീണതാണ് ഈ ഒരു മെഗാ സുനാമിക്ക് കാരണമായത്. ഈ സുനാമി എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിനേക്കാളും ഉയരത്തിലാണ് വന്നത്. അതുപോലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയേക്കാളും 5 മടങ്ങ് വലുപ്പമുണ്ട് ഈ സുനാമിക്ക്. ഇതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ആ ഫാക്ട് ഏതാണ്? കമന്റ് ചെയ്യൂ.